ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ആണ്. അതിൽ എലമെൻറ്റ്സ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ്. ആദ്യം വാട്ട് ഈസ് മീൻ ബൈ എ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ടേം കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ഓക്കെ, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് അപ്പിയർ ടു ഇറ്റ്സ് യൂസർ ആസ് എ സിംഗിൾ കൊഹറൻറ്റ് സിസ്റ്റം. എന്താണ് അതിൻ്റെ മീനിങ്? ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കുറച്ചധികം കമ്പ്യൂട്ടേഴ്സ്, പക്ഷേ ഒരു യൂസർ കാണുമ്പോൾ അത് ഒറ്റയൊരു സിംഗിളായിട്ടുള്ള ഒരു സിസ്റ്റമായിട്ടാണ് യൂസറിന് ഫീൽ ചെയ്യുക. പക്ഷേ ശരിക്കും അതെന്താണ്? കളക്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് വൺ ഇൻ വിച്ച് കമ്പോണൻറ്റ്സ് ലൊക്കേറ്റഡ് അറ്റ് നെറ്റ്വർക്ക്ഡ് കമ്പ്യൂട്ടേഴ്സ്. അതായത് ഈ പറയുന്ന പല സിസ്റ്റംസ് നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിട്ട് ഇരിക്കുവാണ്. ആൻഡ് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം പോസിബിൾ ആക്കുന്നത് ബൈ പാസിങ് സം മെസ്സേജസ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, മെസ്സേജ് പാസിംഗ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ മെസ്സേജ് പാസിങ്ങിലൂടെ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് വേരിയസ് ലൊക്കേഷൻസിലിരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ത്രൂ നെറ്റ്വർക്കാണ്. പക്ഷേ യൂസറിന് ഇതെങ്ങനെയാണ് വ്യൂവബിൾ ആകുന്നത്? ആസ് എ സിംഗിൾ കൊഹറൻറ്റ് സിസ്റ്റം. ഓക്കെ, ഇനി കമ്പോണൻറ്റ്സ് ഓഫ് എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. കമ്പോണൻറ്റ്സ് ഓഫ് എ ഡിസ്ട്രിബ്യൂട്ടഡ് system. Okay, a distributed system is the result of interaction of several components that traverse the entire computing stack from hardware to software. ഇതിൽ എല്ലാ കമ്പോണൻസും സെവറൽ എലമെൻറ്റ്സ് ഉണ്ട്. ഇതെല്ലാം വർക്കിംഗ് ടുഗദർ. എന്തിനു വേണ്ടി ഇത് വർക്കിംഗ് ടുഗദർ ആകുന്നത്? ഫോർ ദ യൂസറിന് ഒരു സെൻസ് അല്ലെങ്കിൽ ഒരു ഇല്യൂഷൻ ഉണ്ടാക്കുവാണ്. എന്ത്? ദ പർട്ടിക്കുലർ സിസ്റ്റം വിച്ച് ഈസ് ഇൻട്രാക്ടിങ് വിത്ത് ദാറ്റ് പർട്ടിക്കുലർ യൂസർ ഈസ് എ സിംഗിൾ കൊഹറൻറ്റ് സിസ്റ്റം. ഇതൊരു യൂസർ യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ കൊഹറൻറ്റ് സിസ്റ്റം ആണെന്നുള്ള ഒരു ഇല്യൂഷൻ യൂസറിന് കൊടുക്കാൻ വേണ്ടി ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ എല്ലാ കമ്പോണൻസും, കൊളാബറേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പോണൻസും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അറ്റ് ദ വെരി ബോട്ടം ലെയർ, ഏറ്റവും ബോട്ടത്തിൽ എന്താണുള്ളത്? കമ്പ്യൂട്ടർ, നെറ്റ്വർക്ക്, ഹാർഡ്വെയർ, അതായത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറാണ് ഇതിൻ്റെ ഏറ്റവും ബോട്ടത്തിലുള്ള ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന് ഒരു ലെയറായിട്ടാണ് ഈ കമ്പോണൻസിനെ എല്ലാം നമുക്കൊരു ലെയറായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അതിലേറ്റവും ബോട്ടം ലെവലിൽ വരുന്ന കമ്പോണൻസ് എന്താണ്? ഫിസിക്കൽ സ്ട്രക്ചർ. ഓക്കെ, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറയുന്ന പോലെ, അതായത് ഹാർഡ്വെയറും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്കും കാര്യങ്ങളും ഒക്കെയാണ്. നെറ്റ്വർക്കിംഗ് ആൻഡ് പാരലൽ ഹാർഡ്വെയർസാണ് ഏറ്റവും ബോട്ടം ലെവലിൽ വരുന്നത്. ദെൻ അടുത്ത എന്താണ്? ഐ പി സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, പ്രോസസ് ഷെഡ്യൂളിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്, റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഇതൊക്കെയാണ് അടുത്ത ലെവലിൽ വരിക. ഓക്കെ, അതായത് ഡയറക്റ്റ്ലി മാനേജ്ഡ് ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ചിട്ട് മാനേജ് ചെയ്യുന്ന കമ്പോണൻസ്, അതായത് ബേസിക് സർവീസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസിക് സർവീസസ് ആണ് ഈ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, പ്രോസസ് ഷെഡ്യൂളിങ്, റിസോഴ്സ് മാനേജ്മെൻറ്റ്, OS ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത ലെയറിൽ വന്നു. അപ്പോൾ ഈ രണ്ട് ലെയർ become the platform on the top of which specialized software is deployed. അപ്പോൾ ഈ രണ്ട് ലെയറിലായിട്ടായിരിക്കും, രണ്ട് ലെയറിൻ്റെ കാര്യം പറഞ്ഞു. ഈ രണ്ട് ലെയർ ഇതാണ് സോഫ്റ്റ്വെയറിന് വേണ്ട ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സോഫ്റ്റ്വെയർ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ മിഡിൽ വെയർ ആൻഡ് ആപ്ലിക്കേഷൻ. ഹിയർ ശ്രദ്ധിക്കുക. അപ്പോൾ മിഡിൽ ലെയർ എന്താണ് ചെയ്യുന്നത് നോക്കാം.
ഓക്കെ, മിഡിൽ ലെയർ എന്ന് പറഞ്ഞാൽ സർവീസസ് ടു ബിൽഡ് എ യൂണിഫോം എൻവയോൺമെൻറ്റ്. അതായത് നമ്മുടെ താഴെയുള്ള 2 ലെയറിൽ ഹെട്രോജീനിയസ് ആയിട്ടുള്ള, അതായത് ഹോമോജീനിയസിൻ്റെ ഓപ്പോസിറ്റാണ് ഹെട്രോജീനിയസ്, ഡിഫറൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോട്ടോക്കോൾസ് ഫോളോ ചെയ്യുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ട്, കമ്പോണൻസ് വരുന്നുണ്ട്. ഇതിനെല്ലാം ഒരു സിംഗിൾ കൊഹറൻറ്റ് സിസ്റ്റമായിട്ട് കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു യൂണിഫോം എൻവയോൺമെൻറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ മിഡിൽ ലെയർ അങ്ങനെ ഒരു സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് എന്താ ചെയ്യുക, മിഡിൽ ലെയർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ മിഡിൽ ലെയറിൽ ഓക്കെ, ഇവിടെ മിഡിൽ ലെയർ വരുമ്പോൾ കാണാമല്ലോ അല്ലേ, മിഡിൽ ലെയറിൽ ഡെവലപ്പ് ഇറ്റ്സ് ഓൺ പ്രോട്ടോക്കോൾ. ഇതിൻ്റെ സ്വന്തമായിട്ടുള്ള കുറച്ച് പ്രോട്ടോക്കോൾസും ഡാറ്റ ഫോർമാറ്റ്സും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, ഫ്രെയിം വർക്ക്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആസ് എ സർവീസ്. ഇത് എന്താണ്, കോൺസ്റ്റിറ്റ്യൂട്ട് എ യൂണിഫോം ഇൻ്റർഫേസ്. യൂണിഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. താഴത്തെ ലെയറിലുള്ള ഹെട്രോജീനിയസ് കൺസെപ്റ്റിനെ മാറ്റാൻ വേണ്ടി ഇവിടെ യൂണിഫോം ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ബോട്ടം ലെവലിൻ്റെ ഹെട്രോജീനിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂണിഫോം ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസാണ് മിഡിൽ ലെയർ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ദെൻ ദ ടോപ്പ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടിംഗ് സിസ്റ്റം. ഏറ്റവും ടോപ്പ് ലെയറിൽ എന്താ പറയുന്നത്, ആപ്ലിക്കേഷനാണ് അല്ലേ. അപ്പം റെപ്രസെൻറ്റഡ് ബൈ ദ ആപ്ലിക്കേഷൻ ആൻഡ് സർവീസ് ഡിസൈൻഡ് ആൻഡ് ഡെവലപ്ഡ് ടു യൂസ് ദ മിഡിൽ വെയർ. ആ മിഡിൽ വെയർ സെക്ഷനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ ഏറ്റവും ടോപ്പ് ലെവലിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആക്സസിബിൾ ലോക്കലി ഓർ ത്രൂ ഇൻ്റർനെറ്റ് വയ എ വെബ് ബ്രൗസർ. For example, in the case of cloud computing system, the use of web technologies is strongly preferred not only in interface distributed application with end user but also provide platform service aimed at building distributed system. അതിന് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റിയ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ AWS, ആമസോൺ വെബ് സർവീസ്. ഓക്കെ, അതിൽ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ വെബ് സർവീസാണ്. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ വെബ് സർവീസ്, IaaS, PaaS, ഇതൊക്കെ നമ്മൾ നേരത്തെ ആദ്യത്തെ യൂണിറ്റിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടേണ്ടത് എന്താണ്, infrastructure as a web service provide Amazon Web Service which provide facility for creating virtual machine, organizing them together into a cluster. നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാകും. ഈ ഫിഗർ 2.11. ഓക്കെ, ഇതിൽ ഹാർഡ്വെയർ, അതായത് നമ്മുടെ ഏറ്റവും ബോട്ടം ലെവൽ നോക്കി ഹാർഡ്വെയർ OS, IaaS, അതായത് വെർച്വൽ ഹാർഡ്വെയർ, നെറ്റ്വർക്കിംഗ്, OS ഇമേജ്, സ്റ്റോറേജ്, ഇതൊക്കെ ഏറ്റവും ബോട്ടത്തിലുള്ള 2 ലെവലാണ്. അതിനുശേഷം എന്താണ്, ക്ലൗഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള മിഡിൽ ലെയർ. നമ്മൾ നേരത്തെ 2 ലെയർ ഒരുമിച്ചുള്ളതാണ് ഹാർഡ്വെയർ ആൻഡ് OS, IaaS എന്ന് പറഞ്ഞ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. നേരത്തെ ഫിഗറുമായിട്ട് ഇത് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് ക്ലിയർ ആവും. അടുത്തത് മിഡിൽ വെയർ എന്ന് പറയുന്നത് PaaS ആണ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ആണ്. അപ്പോൾ ഇവിടെ ഫ്രെയിം വർക്ക് ഫോർ ക്ലൗഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്, ഈ മിഡിൽ വെയറിനുള്ള എന്താണ്, യൂസർ ഇൻ്റർഫേസ്. അതാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. അത് ആപ്ലിക്കേഷൻ SaaS ആണ്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആണ്. സോഷ്യൽ നെറ്റ്വർക്ക്, സയൻറ്റിഫിക് കമ്പ്യൂട്ടിംഗ്, എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻസ്, ഇതൊക്കെയാണ് ഏറ്റവും ടോപ്പ് ലെവലിൽ വരിക. ഓക്കെ, ഇത്രയും കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇത് വീഡിയോ കേട്ടാൽ മാത്രം പോരാ, ടെക്സ്റ്റ് എടുത്തിട്ട് വായിച്ച് നോക്കണം. ഫിഗർ ഉറപ്പായിട്ടും ഓർത്ത് വെക്കണം. അതിൻ്റെ ഫിഗറിൻ്റെ ഇതിൽ
എന്താണ് ഇമേജിനെ അല്ല ശ്രദ്ധിക്കേണ്ടത്, അവിടെ എഴുതിയിരിക്കുന്ന ഹാർഡ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മിഡിൽ വെയർ, ആപ്ലിക്കേഷൻ, ആ രീതിയിലുള്ള പോയിൻറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് ഒന്ന് ബുക്കിൽ അതിൻ്റെ ഫിഗർ വരയ്ക്കണം. ഈ സിസ്റ്റത്തിൻ്റെ ഇവർ കാണിച്ചിരിക്കുന്ന പോലെ ഈ ഫിഗർ ഇങ്ങനെ വരയ്ക്കണം എന്നുള്ളതല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ടേംസ് നിങ്ങൾ ബോക്സിൽ വരച്ച് നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ആപ്ലിക്കേഷൻ, മിഡിൽ വെയർ, ഹാർഡ്വെയർ, ദെൻ ഇത്തരം ടേംസ്. അപ്പോൾ തന്നെ നിങ്ങളുടെ കൺസെപ്റ്റ് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ആർക്കിടെക്ചർ സ്റ്റൈൽസ് ഫോർ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ആണ്. അത് ഞാൻ അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു.